നമസ്കാരം എല്ലാവർക്കും. ടൈപ്പിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോട് ഉള്ളത് 23 വർഷത്തിലേറെയായി UK താമസിക്കുന്ന ഒരു അതിഥിയാണ്. അത് മാത്രമല്ല 12 വർഷത്തിലേറെ ബസ് ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം, ടൈപ്പ് പോഡ്കാസ്റ്റിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നല്ല നല്ല ഇൻഫർമേഷൻസ്, നല്ല നല്ല ആൾക്കാരുമായി കഴിയുന്നതും നമ്മൾ ശ്രമിക്കാറുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ബസ് ഡ്രൈവിംഗ് ഫീൽഡും അതിൻ്റെ കുറേ ഡീറ്റെയിൽസും ഒക്കെ അറിയാം. ഇന്ന് നമ്മളോടുള്ള മറ്റാരുമല്ല, ജീവൻ ചേട്ടനാണ്. ജീവൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് ജീവൻ ചേട്ടാ ഇവിടുത്തെ ഒരു ബസ് ഡ്രൈവിംഗ് ഫീൽഡിൻ്റെ കാര്യങ്ങളും, അത് മാത്രമല്ല ഇവിടുത്തെ ഒരു സാലറി, ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാരുൾപ്പെടെ പ്രിഫർ ചെയ്യുന്നൊരു ജോലിയായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്കായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഓവറോൾ കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ബസ് ഡ്രൈവർ ജോബ് എന്ന് പറയുമ്പോൾ മറ്റെല്ലാ ജോലി പോലെ തന്നെ അല്ല, NHSലൊക്കെ കിട്ടുന്ന ജോലി പോലെ തന്നെ ജോബ് സെക്യൂർ വളരെയധികമുള്ള ഒരു ജോബാണ്. കാരണം സാലറി മോശമല്ല. അറൗണ്ട് 35,000 പൗണ്ടോളം നമുക്ക് പെർ ആനം ഇൻകമുള്ള ഒരു ജോബാണ്. കൂടാതെ നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ അഡ്രസ്സിൽ താമസിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇനി എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കടക്കമുള്ളവർക്ക് ഈ എൻ്റെ പേരിലുള്ള നോമിനി പാസ് കിട്ടും. പാസ് കിട്ടുകയെന്ന് വെച്ചാൽ അത് വലിയൊരു ബെനിഫിറ്റാണ്. ഇവിടെ ഒരു മാസം ഒരാൾക്ക് അറൗണ്ട് 170 to 200 പൗണ്ട് ട്രാവൽ എക്സ്പെൻസ് വരുന്നുണ്ട് എന്നാണ് സ്റ്റഡി ചെയ്ത് പറയുന്നത്. നമുക്കാവുന്നുണ്ട്, നമ്മൾ കാണുന്നതാണ് ബസ്സിലൊക്കെ വരുന്നവർക്ക് 15 പൗണ്ട് 17 പൗണ്ടൊക്കെ ഒരു ദിവസം വരെ ട്രാവൽ വരുന്നവരുണ്ട്. അപ്പോൾ ആ മണി സേവ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ 4 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ വലിയൊരു ഇൻകം അവർക്ക് അതിലൂടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് യൂണിഫോം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വലിയൊരു, കാരണം എല്ലാ കാലം ഇവിടുത്തെ വെതർ മാറ്റം ഉണ്ടാവുന്നതിനനുസരിച്ചുള്ള എല്ലാ യൂണിഫോമുകളും സീസണൽ യൂണിഫോം എല്ലാം ഉണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ബോണസ് ഉണ്ട്. പക്ഷെ അത് എല്ലാ കമ്പനിക്കും ബോണസ് ഉണ്ടോ എന്നറിയില്ല, നമുക്കുണ്ട്. പിന്നെ കമ്പനീസ് ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കോർപ്പറേഷൻ TFLൻ്റെ അണ്ടറിലാണെങ്കിലും TFLൻ്റെ അണ്ടറിൽ പല ഡിപ്പോകൾ, പല കമ്പനികൾ കോട്ട് ചെയ്ത് അവർ ടെൻഡർ എടുത്തിട്ടാണ് 5 വർഷം 4 വർഷത്തേക്ക് ഓടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സംഭവമാണോ? TFL ഭാഗമാണെങ്കിലും അപ്പോൾ ഇത് പ്രൈവറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ എൻ്റെ ലൈസൻസിൽ TFLനാണ് റൈറ്റ് ഉള്ളത്. ഓക്കെ, മനസ്സിലാവും. എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കമ്പനികളുടെ ഉത്തരവാദിത്വം. മര്യാദയ്ക്ക് ഓടിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. മനസ്സിലാവുന്നു. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ബസ്സുകളിൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ നല്ല നല്ല ചെറുപ്പക്കാരാണ് ഇപ്പോൾ കയറുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സംഭവം? അല്ല, അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സംഭവം ഞാനും മനസ്സിലാക്കുന്നത്. ധാരാളം പുതിയ പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരായാലും ഇവിടുത്തെ യൂറോപ്യൻസ് ആയാലും ഇംഗ്ലീഷുകാരും ഒക്കെ ഇപ്പം പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ മെയിൻ ഒരു റീസൺ ഇവിടെ ജോബ് സെക്യൂർ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റാതെ പറയുന്ന നിയമത്തിനനുസരിച്ച് ലീഗലായിട്ട് സേഫ്റ്റി ആയിട്ട് ബസ് ഓടിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും നമ്മുടെ ജോലി നഷ്ടപ്പെടില്ല. ഞാൻ തന്നെ 12 വർഷമായിട്ട് ഈ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് മുമ്പേ ചെയ്തിരുന്ന ജോലികൾ പലതും മാറിയിട്ടുണ്ടോ? അതോ ഈ ഇതുപോലെ ഒരു ജോലി തന്നെയാണോ കുറേ കാലം നിന്നിട്ടുള്ളത്? 10 വർഷം, അതിനു മുമ്പുള്ള 10 വർഷം എനിക്ക് വന്നൊരു 10-12 കമ്പനിയോളം ഞാൻ മാറിയിട്ടുണ്ട്. എനിക്ക് തന്നെ എണ്ണാൻ പറ്റുന്നില്ല. കാരണം ഒരു വർഷം നിൽക്കുക 8 മാസം നിന്ന ജോലിയുണ്ട്. കാരണം ജോബ് സെക്യൂർ അല്ല, നമ്മൾ ഹാപ്പി ആവുന്നില്ല. ഇതിൻ്റെ ഒരു ജോലിയുടെ മറ്റൊരു വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബസ് ഓടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മൂവിങ് ആണ്. ഒരു മൂവിങ് പ്ലസൻ്റ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ എപ്പോഴും മൂവിങ് ഒബ്ജക്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ട്രാഫിക് വരുന്നു, ആൾക്കാരുടെ ഡിസൈൻ വരുന്നു, പുതിയ കാറുകൾ. അപ്പം നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ല, ഒരു ഇൻഡോർ. അതുകൊണ്ടാണ് എനിക്ക് വന്ന് കൂടുതലും ചെറുപ്പക്കാരിപ്പം ഇവിടുത്തെ പിള്ളേർ, ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങി വരുന്ന പിള്ളേർ പോലും ബസ്സിൽ അപ്ലൈ ചെയ്ത് കയറുന്നുണ്ട്. അല്ല, അത് മാത്രമല്ല, ഈ സ്ട്രെസ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അങ്ങനെയാണോ ഇത്? കമ്പാരിറ്റീവ്ലി മറ്റുള്ള ജോലികൾ വെച്ച് പോകുമ്പോൾ ഇത് അല്പം കൂടെ സ്ട്രെസ് ഫ്രീ ആവാൻ ചാൻസ് ഉണ്ടോ ഈ ജോലി? സ്ട്രെസ് ഫ്രീ ആണോ ചോദിച്ചാൽ സ്ട്രെസ് ഫ്രീ ആണ്. പക്ഷേ ഇവിടെ പറയുന്ന ലീഗൽ ആയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള ഡ്രൈവിംഗ് ചെയ്താൽ നമുക്ക് ഒരു തരത്തിലും പ്രഷറില്ല. ഇപ്പം ഇവിടുത്തെ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്കൊക്കെ, ഇവിടെ 20 മൈൽ സ്പീഡുള്ള റോഡാണെങ്കിൽ 20 മൈൽ തന്നെ ഓടിക്കണം. അത് 22 മൈൽ ഓടിയിട്ട് ആരും അറിഞ്ഞില്ല എന്നിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ ആക്സിഡൻറ്റോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാ ബസ്സിലും CCTV ഉണ്ട്, GPS സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരത്
കണ്ടെത്തും, ശിക്ഷിക്കേണ്ടതാണ് ശിക്ഷിക്കും, ജയിലിൽ പോകേണ്ടതാണ് പോകേണ്ടിയും വരും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് പണി ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അത് തന്നെ. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സാലറി വൈസ് ഇപ്പോൾ ജീവൻ ചേട്ടൻ പറഞ്ഞു 35,000 പൗണ്ടോളം അല്ലേ? അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു ഇതെന്ന് പറയുമ്പോൾ ഇതിന്ന് കൂടും ചാൻസ് ഉണ്ടോ, അതോ ഇത് എങ്ങനെയാണ്? ഇത് ജനറലി ഇതൊരു ഫിക്സ് എമൗണ്ട് ആണോ പൊതുവേ? എക്സ്പീരിയൻസ് വൈസ് കൂടും? അതായത് എക്സ്പീരിയൻസ് വൈസിൽ കൂടാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ 35,000 എന്ന് പറയുന്നത് ഒരു വീക്കിലി 37 മണിക്കൂർ മുതൽ 40 മണിക്കൂറിനുള്ളിൽ ജോലി ചെയ്യുന്ന ശമ്പളമാണ്. ഇപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് അനുസരിച്ച് നോക്കിയാൽ എനിക്ക് 37 മണിക്കൂർ കൂടുതൽ വരുന്നതിന് എനിക്ക് ഓവർ ടൈം പേ ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഡ്യൂട്ടികൾക്ക് ചില ഡ്യൂട്ടികൾക്ക് സ്പ്രെഡ് ഓവർ എന്ന് പറയും, അതിന് എക്സ്ട്രാ പേ ചെയ്യും. പിന്നെ മറ്റൊന്നുള്ളത് ഓവർ ടൈം ചെയ്യാം, ഇഷ്ടംപോലെ ഓവർ ടൈമിന് അവൈലബിൾ ആണ്. കാരണം ഇവിടെ ഏറ്റവും വലിയ ഈ മുമ്പേ പറഞ്ഞ പോലെ ജോലിക്കുള്ള സെക്യൂർ എന്ന് പറയാൻ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഓവർ ടൈം ഇതിനകത്തുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വരുന്നത് ഡ്രൈവർ ഭാഗത്ത് തന്നെയാണ്. അല്ല, അപ്പോൾ ഈ TFLന്റെ ഭാഗമായിട്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ബസ് അല്ലെങ്കിൽ ഈ ട്രെയിൻ, ട്രാംസ് ഇതെല്ലാം കണക്റ്റഡ് ആണോ? നിങ്ങളെല്ലാം ഒരു ഇതിൽ വരുന്നതാണോ, അതോ ഇത് സെപ്പറേറ്റ് ഒരു സംഭവം തന്നെയാണോ? TFL ലണ്ടൻ 8 സോണാണ്. അപ്പോൾ 8 സോണിനകത്ത് നിൽക്കുന്നത് TFL എന്ന് പറഞ്ഞ ബോർഡാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ള ഓവർഗ്രൗണ്ട്, അണ്ടർഗ്രൗണ്ട്, DLR, ബസ് ഇതെല്ലാം ഫ്രീ, എല്ലാം ഒരു വിങ്ങിനകത്താണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. എന്തായാലും സംഭവം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ഷാഫി ബ്രോ ചോദിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.